ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ, നോക്കിക്കേ. ഇൻ ആൻ AP the sixth term A6 equal to 2 if A1 into A4 into A5 is the greatest, then the common difference of the AP is equal to എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് സീക്വൻസ് സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 6th ടേം 2 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? A1 A4 A5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം 4th ടേം 5th ടേം ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ആണ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ആണ്. ആ സമയത്ത് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6th ടേം A6 അല്ലെ, A6 ഈക്വൽ ടു 2 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ A6 എന്ന് പറഞ്ഞാൽ 6th ടേം ആണ്. അപ്പോൾ ജനറലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A + 5D എന്ന് എഴുതാം. A + 5D ഈക്വൽ ടു നമുക്ക് 2 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ A ഈക്വൽ ടു നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് എഴുതാൻ പറ്റും? 2 - 5D എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്? A1 × A4 × A5 അല്ലേ. അപ്പം A1 × A4 × A5. ഓക്കെ, അപ്പോൾ A1 നമുക്കറിയാം 2 - 5D ആണെന്നറിയാം. ദെൻ A4 എന്ന് പറഞ്ഞാലോ A + 3D ആണ് അല്ലേ. അപ്പം A + 3D എന്ന് പറയുമ്പോൾ A നമുക്കറിയാം എന്താ? 2 - 5D + 3D അല്ലേ. ദെൻ നെക്സ്റ്റ് എന്ത് വരും? A5 ആണ്. A5 എന്ന് പറഞ്ഞാൽ A + 4D ആണ് അല്ലേ. അപ്പം 2 - 5D + 4D. എക്ക് പകരം നമ്മൾ 2 - 5D കൊടുത്തു, അത്രേ ഉള്ളൂ. ദെൻ ഇതിപ്പോൾ എന്തായി വരും? 2 - 5D × 2 - 2D × 2 - D. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് ഞാൻ ഒരു f(d) എന്നൊരു ഫംഗ്ഷനായിട്ട് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് നിന്ന് 2നെ കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 - 5D then 1 - D into 2 - D എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നോക്കിക്കേ, 2 × 2 - 5D ദെൻ അത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും മക്കളെ? ഫസ്റ്റ് 2 വരും, ദെൻ -D ദെൻ 2D. അപ്പോൾ -3D + D². ഇത്രയും കിട്ടുമല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇവ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? 2 × 4 - 6D then + 2D², then -10D + 15D, the 15D², then -5D³. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിനെ ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എത്ര വരും? 2 × 4 - 16D + 17D² -5D³. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ f(d) എന്ന് പറയുന്നത് കിട്ടുന്നത്. ഓക്കെ, ഇനി f(d) = ഞാൻ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? f(d) = 2 × -5D³. ദെൻ അടുത്ത എന്താ മക്കളെ വരുന്നത്? + 17D² - 16D അല്ലേ. + 17D² - 16D + 4 അല്ലേ. 16D + 4. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്കറിയാം ഒരു ഫംഗ്ഷൻ മാക്സിമം ആണോ മിനിമം ആണോ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റോ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് f(d). അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? f'(d) കണ്ടുപിടിക്കാൻ പോകുന്നു അല്ലേ. അപ്പം f'(d) നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? എന്ന് നോക്കിയേ, 2 × -15D² + 34D - 16 വരും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവനെ ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ റൂട്ട്സ് കണ്ടുപിടിക്കുന്ന പോലെ ഡിയുടെ വാല്യൂസ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ നോക്കി, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 × ഇവിടെ ഞാൻ -15D² + 34Dനെ ഞാൻ 24D + 10D - 16 കൊടുക്കുന്നു. ക്ലിയർ. ദെൻ ഞാൻ ഇനി എന്ത് ചെയ്യുന്നുണ്ട്? 2 × ഇവിടുന്ന് ഞാനൊരു -3D പുറത്തേക്ക് എടുക്കുന്നു. ദെൻ അകത്തെന്ത് വരും? 5D -8 എന്ന് കിട്ടും. ദെൻ പ്ലസ് ഇവിടുന്ന് ഞാനൊരു 2നെ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ -3Dനെ പുറത്തെടുത്തത്. ഇവിടുന്ന് ഞാനൊരു 2നെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 2 × 5D - 8 എന്ന് തന്നെ കിട്ടും അല്ലേ. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നോക്കിയാൽ മക്കളെ, 2 × 5D - 8 കോമൺ ആയിട്ട് രണ്ടിടത്തും ഉണ്ട്. അപ്പോൾ 5D - 8 ദെൻ എന്ത് വരും? 2 -
3D എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പം F' ആണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം മാക്സിമം ഒരു മിനിമം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? F' ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ F' ഈക്വൽ ടു നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? നമുക്കറിയാം 5D മൈനസ് 8 ഈക്വൽ ടു 0 എന്നും അതുപോലെ 2 മൈനസ് 3D ഈക്വൽ ടു 0 എന്നും നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് D ഈക്വൽ ടു 8/5 അതുപോലെ തന്നെ D ഈക്വൽ ടു നമുക്ക് 2/3 എന്നും കിട്ടും. രണ്ട് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലൈൻ ഒന്ന് വരച്ച് നോക്കാം, നമ്പർ ലൈൻ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ നമുക്ക് 2 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. ഒന്ന് 8/5 ദെൻ മറ്റേ എന്താണ് വന്നിരിക്കുന്നത്? മറ്റേ വന്നിരിക്കുന്നത് 2/3 ആണ് അല്ലേ? 2/3. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നോക്കിക്കേ, നമ്മൾ F' എഴുതിയ സമയത്ത് നമുക്ക് മനസ്സിലായി ഇവിടെ D² കോഎഫിഷ്യന്റ് എന്താ വന്നിരിക്കുന്നത്? മൈനസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ സൈൻ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് മൈനസ് പ്ലസ് മൈനസ് ഒന്ന് കൊടുക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിന്ന് -2 പ്ലസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? ഇത് മിനിമം ആണ് അല്ലേ? ഇത് വന്നിരിക്കുന്നത് മിനിമം ആണ്. ദെൻ ഇവിടെയോ +2 മൈനസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ മാക്സിമം എന്ന് പറയുന്നത്. അപ്പം A1, A4, A5ൻ്റെ മാക്സിമം പ്രൊഡക്റ്റിൻ്റെ മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ വരുന്ന ഏത് പോയിന്റിലായിരിക്കും? 8/5 അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാൻ പറ്റുന്നത്? 8/5 വരും. ഇനി നിങ്ങൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് നോക്കുന്നെങ്കിലോ F'' എന്ന് പറയുന്നത് <0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നിങ്ങൾ F'' കണ്ടുപിടിച്ചിട്ട് ഈ ഡിയുടെ വാല്യൂ 8/5 അല്ലെങ്കിൽ 2/3 നിങ്ങൾ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F'' എന്ന് പറഞ്ഞാൽ <0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതാണ് നമ്മുടെ മാക്സിമം വാല്യൂ കിട്ടുന്ന പോയിന്റ്. ദെൻ F'' എന്ന് പറയുന്നത് <0 ആണെങ്കിൽ നമുക്കത് മിനിമം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ D ഈക്വൽ ടു 8/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലായിരിക്കും F'' എന്ന് പറയുന്നത് <0 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു 8/5 വരുമ്പോഴായിരിക്കും A1 × A4 × A5 എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്റ്റ് മാക്സിമം ആവുന്നത്. ക്ലിയർ?